കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 29.83 കോടി രൂപ വരവും 30.02 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് KT മൊയ്തുവാണ് അവതരിപ്പിച്ചത്. കൃഷി, ആരോഗ്യം, ഭവന നിർമ്മാണം തുടങ്ങി സാധാരണക്കാരെ തൊടുന്ന വികസന കാഴ്ചപ്പാടുകളാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK റജിലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ബജറ്റ് അവതരണം നടന്നത്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ടുള്ള ബജറ്റിൽ സുസ്ഥിര നെൽകൃഷി വികസനത്തിനായി 74 ലക്ഷത്തിലധികം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. വനിതാ ഗ്രൂപ്പുകളുടെ കൃഷി പ്രോത്സാഹനത്തിന് 9.5 ലക്ഷവും ഇടവിള കൃഷിക്ക് 5 ലക്ഷവും നീക്കിവെച്ചു. ഭവനരഹിതരില്ലാത്ത പഞ്ചായത്തായി മാറുന്നതിന്റെ ഭാഗമായി ഭവന നിർമ്മാണ മേഖലയ്ക്ക് 1 കോടിയിലധികം രൂപ ബജറ്റിലുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് 70 ലക്ഷം രൂപയും റോഡുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 2 കോടി രൂപയും വകയിരുത്തി. പട്ടികജാതി വികസനം, വനിതാ ശാക്തീകരണം, അങ്കണവാടി കുട്ടികളുടെ പോഷകാഹാരം, ഭിന്നശേഷി, വയോജനക്ഷേമം എന്നിവയ്ക്കും ബജറ്റിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വിശദമായ ചർച്ചകൾക്ക് ശേഷം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബജറ്റിന് അംഗീകാരം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VT അമീർ, സുഫേറ നാസർ, റിയ ഗോപി എന്നിവരും മറ്റു വാർഡംഗങ്ങളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സെക്രട്ടറി S രാധമ്മ സ്വാഗതവും അക്കൗണ്ടന്റ് ശ്രീദേവി K നന്ദിയും രേഖപ്പെടുത്തി. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.